കോട്ടയത്ത് യുവാവ് മരിച്ചത് ഭക്ഷ്യവിഷബാധ മൂലമെന്ന് സംശയം. കുമരകം സ്വദേശി ജ്യോതിഷാണ് മരിച്ചത്. ശനിയാഴ്ച ഷാപ്പിൽ നിന്നും കൂട്ടുകാരുമൊത്ത് ഭക്ഷണം കഴിച്ചിരുന്നു. സുഹൃത്തുക്കളായ 5 പേരും ചികിത്സയിലാണ്. സസ്പെക്റ്റഡ് കേസാണെന്നാണ് പറയുന്നത്. 19-ാം തീയതി കഴിച്ചെന്നാണ് പറഞ്ഞത്. ഈ ഒരു അരമണിക്കൂറായിട്ട് അറിഞ്ഞിട്ടുള്ളത്. സ്പിരിറ്റിൽ ഞങ്ങൾ ആളങ്ങോട്ട് പോയിട്ടുണ്ട്, ടീം പോയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള സാമ്പിളുകൾ ഞങ്ങളിപ്പോൾ എടുക്കും. അവൈലബിൾ ആയിട്ടുള്ള സാമ്പിൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ എടുക്കും, പരിശോധനയ്ക്ക് അയക്കും. ടോബി ജോൺസൺ വിവരങ്ങൾ ചെയ്യുന്നു. ടോബി, കൂടെ ഭക്ഷണം കഴിച്ച 5 പേർക്കും ചികിത്സയിലാണെങ്കിൽ ആ സംശയത്തിന് പ്രസക്തി ഉണ്ട്. തീർച്ചയായിട്ടും അശ്മി, അത് തന്നെയാണ് സംശയിക്കുന്നത്. കാരണം മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് ഇവർ ആഹാരം കഴിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ, അതായത് ഈ ഷാപ്പിൽ വന്ന് അവിടെ നിന്നും മീൻ വിഭവങ്ങൾ കഴിച്ചു. അതോടൊപ്പം തന്നെ തലക്കറി പാഴ്സലായി വാങ്ങിക്കൊണ്ട് പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തലക്കറി കഴിച്ചതിൽ നിന്നുമാണ് ഇങ്ങനൊരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ആ സ്ഥലത്താണ്, 900 എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ ഒരു ഷാപ്പിലാണ്. ആ ഷാപ്പിൽ ഇപ്പോൾ പോലീസിൻ്റെ പരിശോധന, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ പരിശോധനയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കഴിഞ്ഞ ദിവസം, അതായത് 19-ാം തീയതി രാത്രിയാണ് ഈ സാധനം മേടിച്ചത്. അത് എല്ലാം കഴിഞ്ഞ് ഇന്നലെ നിരവധി ആളുകൾ വന്ന് അവിടെ നിന്നും സാധനങ്ങൾ കഴിച്ച് ടൂറിസ്റ്റുകൾ വന്ന് മടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് വന്നു പോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആർക്കെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ഇന്നലെയാണ് ഈ പറയുന്ന ജ്യോതിഷിൻ്റെ ആരോഗ്യനില മോശമാകുന്നത്, വഷളാകുന്നത്. ഡയാലിസിസ് അടക്കം നടത്തി, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പം നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് 6 പേർക്ക് ഈ പ്രശ്നം, ആരോഗ്യ പ്രശ്നമുണ്ട്. ഇവർ 7 പേരാണ് മൊത്തം വന്നത്. അതിൽ 6 പേർക്കും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കള്ള് കുടിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ കള്ള് കുടിച്ചിട്ടില്ല, പക്ഷേ ഈ മീൻ വിഭവങ്ങൾ കഴിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യവിഷബാധയാണ് ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരെല്ലാവരും പറയുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസിൻ്റെയും ആരോഗ്യ വിഭാഗത്തിൻ്റെയും പരിശോധന അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഷാപ്പ് അടച്ചിട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെയാണോ, ഈ മീൻ കറിയിൽ നിന്ന് തന്നെയാണോ ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായത്, അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായത് എന്ന് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വരണം. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികൾ മെഡിക്കൽ കോളേജിൽ ഉടൻ തന്നെ നടക്കും. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.